പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ നീതീകരിക്കുന്ന രക്തമത്രേ. ഹല്ലേലൂയ. നമ്മുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അതിനെ പഞ്ഞുപോലെ വെളുപ്പിക്കാൻ യേശു തമ്പുരാൻ്റെ പരിശുദ്ധ രക്തത്തിന് സാധിക്കും. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ നമ്മെ നീതീകരിച്ച് ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തിൻ്റെ എല്ലാ ഹല്ലേലൂയ അടിമ നുകത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. യേശുവിൻ്റെ വചനം കേട്ട് അവനെ വിശ്വസിച്ചാൽ അവൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 5:24 നാം ഇങ്ങനെ വായിക്കുന്നത്: ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ കടന്നവൻ ഇതാ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കോപം മനുഷ്യരെ നശിപ്പിക്കാത്ത വണ്ണം ആ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ യേശു കർത്താവിൻ്റെ രക്തത്തിന് സാധിക്കും. ഹല്ലേലൂയ. പാപത്തിൻ്റെ അടിമനുഖത്തിൽ നാം കിടന്നതാ. എന്നാൽ കൃപയാൽ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. റോമാലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ നാം വചനം വായിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. യേശുവിൻ്റെ രക്തത്തിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ നശിച്ചു പോകാതിരിക്കുവാൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു പരസ്യ കാഴ്ചയാക്കി മാറ്റപ്പെട്ടു. ക്രൂശിൽ അവൻ ഹല്ലേലൂയ ഒരു മലമേൽ ഉയർത്തി. ഹല്ലേലൂയ. അവനെ ലോകത്തിൻ്റെ മുമ്പാകെ അവനെ ഒരു പ്രദർശന വിഷയമാക്കി തീർത്തു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പ്രിയരെ, ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു: ഹല്ലേലൂയ, രക്തത്താൽ അല്ലാതെ വിമോചനമില്ല, രക്തത്താൽ സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ന്യായപ്രമാണം നിവർത്തിക്കാൻ യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു. പ്രിയരെ, നാം കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നത്രേ വിടുവിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവ കോപത്തിൽ നാം തകരേണ്ടതായിരുന്നു. ഹല്ലേലൂയ. ദുർനടപ്പുകാരെയും അശുദ്ധരെയും വിഗ്രഹാരാധികളെയും ഹല്ലേലൂയ ദൈവരാജ്യത്തിന് പുറത്ത് നിർത്തുമ്പോൾ ഹല്ലേലൂയ അവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മേലോ ദൈവത്തിൻ്റെ കൃപയാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ദൈവത്തിൻ്റെ കോപം വരും, എന്നാൽ യേശുവിൻ്റെ രക്തം ആ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. യേശുവിൻ്റെ രക്തം ദൈവിക കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അനുസരണം കെട്ടവരുടെ മേൽ വരുന്ന ദൈവ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും വേറെ പുസ്തകം പറയുന്നു, യേശു കർത്താവ് തൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് അവൻ്റെ ജീവനെ തന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്ത കർത്താവ് തൻ്റെ ജീവനെ നമ്മിലേക്ക് പകർന്നു. അവൻ്റെ ഹല്ലേലൂയ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ഒരു ദൈവ പൈതലിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ അത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിടുവിച്ചവൻ, ശാപത്തിൽ നിന്ന് വിടുവിച്ചവൻ, ദൈവ കോപത്തിൽ നിന്ന് വിടുവിച്ചവൻ നമ്മെ ദൈവത്തിൻ്റെ ജീവനിൽ അത്രേ കാത്തു സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, പലരും ചോദിക്കും, ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് വന്ന ഒരു വ്യക്തി പിന്നീട് ജീവിതത്തിൽ പാപത്തിൽ വീണുപോകും. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം നശിച്ചു പോകും. പ്രിയരെ, നമ്മുടെ കർത്താവ് അവസാനത്തോളം നമ്മെ സൂക്ഷിപ്പാൻ മതിയായവനത്രേ. നാം എത്ര തെറ്റിപ്പോയാലും അവൻ്റെ സ്നേഹം നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമത്രേ. നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ?
ഒരുപക്ഷെ ഹല്ലേലൂയ നാം പാപത്താൽ വീണ്ടും വീണുപോയി കാണും, കർത്താവിൽ നിന്ന് അകന്നു കാണും, കർത്താവിൽ നിന്ന് ദൂരത്ത് പോയി കാണും. എന്നാൽ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ ഇന്ന് രാവിലെ, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമല്ലോ ആ ഹല്ലേലൂയ മുടിയനായ പുത്രൻ എന്ന് ലോകം പറയുന്ന ഇളയ പുത്രൻ, അവൻ എത്ര അകന്നു പോയിട്ടും ഒരു ദിവസം അവൻ മടങ്ങി വരാൻ തീരുമാനിച്ചു. അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നപ്പോൾ 2 കരവും നിവർത്തി ആ മകനെ സ്വീകരിച്ചവനാ ആ നല്ല പിതാവ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ പിതാക്കന്മാർ, അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലവും തൻ്റെ 2 കരങ്ങളും നീട്ടി നമ്മെ സ്വീകരിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ. ക്രൂശിൽ തൻ്റെ 2 കരങ്ങളെയും വിരിച്ച് അവൻ മരിച്ചപ്പോൾ നമ്മോടുള്ള സ്നേഹത്തെയാണ് പ്രദർശിപ്പിച്ചത്. പ്രിയരെ, മടങ്ങി വരാൻ തയ്യാറാണോ? നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ പത്രോസിൻ്റെ ചരിത്രം അറിയാം. പത്രോസിനെ പാറ്റിക്കളയാൻ പിശാച് ശ്രമിച്ചു. പത്രോസിനെ ഇല്ലാതാക്കി കളയാൻ പിശാച് ശ്രമിച്ചു. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. ശത്രു നമ്മളെ പാറ്റിക്കളയാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മെ വിശ്വാസത്തിൽ നിന്ന് താഴെ ഇറക്കാൻ, തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഹല്ലേലൂയ, സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല അപ്പ നമുക്കുണ്ട്. നാം വീണു പോകാതിരിപ്പാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ, യേശുവിലേക്ക് അടുത്തു വരുവാൻ, ദൈവസ്നേഹത്തിൽ മുതിർന്നു വരാൻ ദൈവം നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. നാം തകർന്നു പോകാതെ നീതീകരിക്കപ്പെട്ട നാം നിത്യജീവനോളം ഹല്ലേലൂയ തകരാതെ മുന്നേറുവാൻ ദൈവം നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് സ്തോത്രം പറയാം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ.